വിശദമായ വാർത്തയിലേക്കാണ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം. 20-ലേറെ പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കേന്ദ്രത്തിൽ 40-ലേറെ പേരുണ്ടായിരുന്നുവെന്നാണ് വിവരം. തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് സ്ഫോടനം ഉണ്ടായത്. ഡി ബിനോയ് ഉണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും നമ്മൾ നേരത്തെ നൽകിയതുപോലെ മരണസംഖ്യ ഇനിയും ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ മരണം 13ആയി ഉയരുന്ന സാഹചര്യം. ലഭിക്കുന്ന വിവരങ്ങൾ ഉച്ചതിരിഞ്ഞ് 3:30 മണിയോടുകൂടിയാണ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ വൻ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവസാനം കിട്ടുന്ന കണക്കനുസരിച്ച് 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 7 പേര് അതീവ ഗുരുതരമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവരുടെ പൊള്ളൽ 70% മുകളിലാണ്. ഏകദേശം 13-ലധികം പേർ അല്ലാതെയും അവിടെ തന്നെ ചികിത്സയിലുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ തീ ഏകദേശം കെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ ഉൾഭാഗത്തേക്ക് ഈ പ്രത്യേക ദൗത്യ സംഘം അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തകരുടെ സംഘം കൂടുതൽ അകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ചെന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും മറ്റു തരത്തിലുള്ള അപകടങ്ങളുണ്ടോ, ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ രൂപരേഖ കിട്ടുകയുള്ളൂ. എന്തായാലും അഗ്നിശമന സേനയും പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും അടങ്ങുന്ന പോലീസിൻ്റെ സംഘം ആ മേഖലയിലേക്ക് എത്തി ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീ വലിയ തരത്തിൽ കെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ തന്നെയും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കുഴിമിന്നൽ പോലുള്ള വലിയ ശബ്ദത്തോടു കൂടി പൊട്ടുന്ന അമുട്ടുകളുണ്ട്. ആ ഭാഗത്ത് അമുട്ടുകൾ വെള്ളം ഉപയോഗിച്ച് നനച്ചുകൊണ്ട് നിർവീര്യമാക്കുകയാണ്. അത്തരത്തിലുള്ള ജോലികൾ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നു. ഒപ്പം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് RDO ആദ്യഘട്ടത്തിൽ അന്വേഷിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിദാരുണമായ അപകടം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കെട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വെടിക്കെട്ട് സാധനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന താൽക്കാലികമായ 12 പുരകളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ 12 പുരകളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ആളൊഴിഞ്ഞ ഒരു വയൽ പ്രദേശത്താണ് ഇത്തരത്തിൽ താൽക്കാലിക ഷെഡുകൾ കെട്ടി ഈ വെടിക്കോപ്പുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതൊരു വയൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തുറസായ സ്ഥലത്ത് തന്നെ വെടിമരുന്ന് ശാലയുടെ നിർമ്മാണം നടത്തി വന്നിരുന്നത്. അവിടേക്ക് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ വാഹനം എത്തിച്ചേർന്നിരിക്കും. നമുക്ക് കാണാം ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും ഇതിൻ്റെ ഒരു തീഷ്ണത അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അപകടത്തിൻ്റെ ഒരു തീഷ്ണത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം വലിയ വിസ്തൃതി ദൂരത്തിലാണ് ഇത്തരത്തിൽ തീ പടർന്ന് പിടിച്ചിരിക്കുന്നത്. അതിൽ ഈ അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരാൾ നൽകുന്ന വിവരം അനുസരിച്ച് തിരിയുടെ സമീപത്തേക്ക് വലിയ തരത്തിൽ ഒരു അഗ്നിഗോളം പോലെ തീ എത്തുകയും പിന്നീട് അത് പടർന്നു പിടിക്കുകയും ചെയ്തു. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പ്രദേശത്തു നിന്നുള്ള ആകാശ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലെ ദുരന്തത്തിൻ്റെ വ്യാപ്തി വിളിച്ചു പറയുന്ന തരത്തിലുള്ളതാണ് ഈ ദുരന്ത കാഴ്ചകൾ. കാരണം ഈ ഏറ്റവും കൂടുതൽ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് കത്തിക്കരിഞ്ഞ ആ പ്രദേശം. അവിടുത്തെ തീ ഏകദേശം പൂർണ്ണമായും കെടുത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെ ഏതെങ്കിലും സ്ഥലത്ത് പൊട്ടാത്ത തരത്തിലുള്ള വെടിക്കോപ്പുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അപകടം നടന്ന സ്ഥലത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഈ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധരായ അതായത് പൊള്ളലിന് ചികിത്സ നൽകുന്ന ഡോക്ടർമാരടക്കം അനസ്തീഷ്യ നൽകുന്ന ഡോക്ടർമാരടക്കം ഉള്ള ഒരു വലിയ സംഘം മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. അതോടുകൂടി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയയോ മറ്റു കാര്യങ്ങളോ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും. അതിൽ ഏകദേശം 7-ലധികം പേർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നത്. അവരുടെ പൊള്ളൽ 70% മുകളിലാണ്. അതിൻ്റെ അർത്ഥം വളരെ ഗുരുതരമായ അവസ്ഥയിൽ എന്ന് തന്നെ പറയേണ്ടി വരും.
ഉച്ചയ്ക്ക് 3:30 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ തരത്തിലുള്ള ഈ ദാരുണമായ അപകടം അല്ലെങ്കിൽ ഈ വെടിക്കോപ്പ് നിർമ്മാണശാലയ്ക്ക് തീ പിടിച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ആംബുലൻസ് സംവിധാനങ്ങളുണ്ടായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോയി. ഈ ഉഗ്ര സ്ഫോടനത്തിൻ്റെ ഫലമായി സമീപ പ്രദേശത്തെ വീടുകളുടെ ജനൽ ചില്ലലുകളൊക്കെ തകർന്നിട്ടുണ്ട്. അവിടേക്ക് ചില ആളുകൾക്കൊക്കെ കണ്ണാടി ചില്ലുകൾ വീണ് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഏറ്റിട്ടുണ്ട്. എന്തായാലും തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിനുള്ള സാധന സാമഗ്രികളുടെ ഭൂരിഭാഗവും തീ കത്തി അമർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ബാക്കിയുള്ളവ തീ കടത്തി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ പരിക്കേറ്റവരുടെ കണക്കുകൾ അനുസരിച്ച് ഈ 7 പേർ അതീവ ഗുരുതരമാണ്. ഇവരുടെ പൊള്ളലിൻ്റെ കണക്ക് 70% മുകളിലാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരം എന്ന് പറയാൻ കഴിയും. സംഭവത്തെക്കുറിച്ച് RDO അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ അപകടത്തിനിരയായ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ RDOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഏതെങ്കിലും തരത്തിലുള്ള വെടിമരുന്നുകൾ മറ്റേതെങ്കിലും സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ ആരെങ്കിലും ഇവിടേക്ക് എത്തിച്ചാൽ മാത്രമേ അതുമായുള്ള ഒരു യഥാർത്ഥമായ ഒരു രൂപം ലഭ്യമാവുകയുള്ളൂ. അതിനൊപ്പം തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ മലയാളികളാണ്. നേരത്തെ ഒരു വാർത്ത തെറ്റായ രീതിയിൽ പരന്നിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടി അവിടെ പണിയെടുക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരൊക്കെ അവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ വെടിക്കോപ്പ് നിർമ്മാണത്തിൻ്റെ അവസാന വട്ട മിനുക്കുമണിയിലേക്ക് കടന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം 24-നും 27-നുമാണ് വെടിക്കെട്ടുള്ളത്. സാമ്പിൾ വെടിക്കെട്ടിന് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രം ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനുള്ള വെടിക്കോപ്പുകളൊക്കെ സജ്ജമാക്കി കഴിഞ്ഞിരുന്നു. ഇനി ഉള്ളത് പൂരത്തിൻ്റെ തൊട്ട് പിന്നാലെ വെളുപ്പിനാണ് നടത്തേണ്ടത്. അപ്പോൾ അത്തരത്തിൽ വെടിക്കോപ്പുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട്. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഡ്രോൺ ഉപയോഗിച്ച് ഒരു പരിശോധന നടത്തും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയം എന്ന് തന്നെ പറയാം. ആ ഭാഗത്ത് ഇപ്പോൾ തീയില്ല. പക്ഷേ ഇപ്പോഴും അപകടത്തിന് വഴിതെളിക്കുന്ന തരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് പൊട്ടുന്ന തരത്തിലുള്ള ഈ കുഴിമിന്നലുകളോ അല്ലെങ്കിൽ മറ്റ് വെടിക്കോപ്പുകളോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തിരച്ചിൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ക്വാഡിൻ്റെ ഒരു പ്രത്യേക സംഘമുണ്ട്. അവർ ആ സ്ഥലത്തൊക്കെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. എന്തായാലും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ നാട്ടുകാരും അഗ്നിശമന സേനയും പോലീസും ചേർന്ന് നടത്തിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. വളരെ വേഗത്തിൽ തന്നെ ഗുരുതരമായി പരിക്ക് ഏറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരണമടഞ്ഞ ആളുകളുടെയൊക്കെ ശരീരം ചിഹ്ന ഭിന്നമായ നിലയിലാണ്. പലരുടെയും കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതായത് ഈ വെടിക്കോപ്പ് തീപിടിച്ച് അപകടമുണ്ടായതിനു ശേഷം ആദ്യം ഓടിയെത്തിയവർ കണ്ടത് പാടത്തിൻ്റെ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ശരീര അവശിഷ്ടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ ഒരു കാഠിന്യം, ഒരു കടുപ്പം എത്ര കണ്ട് ഭീകരമാണ് എന്നുള്ളത് വ്യക്തമാകും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വെടിക്കെട്ട് ദുരന്തത്തിന് തൃശ്ശൂർ സാക്ഷിയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇത് ഈ അമിതമായ ചൂട് കാരണമായിരിക്കും ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉന്നത സംഘം വിലയിരുത്തുന്നത്. പക്ഷേ അതൊക്കെ തന്നെ പ്രത്യേകമായ പഠനത്തിന് ശേഷവും വിലയിരുത്തിയ ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോഴും അവിടെ പോലീസിൻ്റെയും അഗ്നിശമന സേനയുടെയും പ്രത്യേക വിഭാഗം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നുള്ള ആരെയും ആ സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല. ആ സ്ഥലം പൂർണ്ണമായും പോലീസിൻ്റെ നിരീക്ഷണത്തിലും പരിശോധനയിലുമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ സ്ഥലത്തേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അപകടത്തിൻ്റെ സാധ്യത വളരെ വലുതാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ തീപിടിച്ച് കിടക്കുന്ന ഈ വെടിക്കോപ്പുകളിൽ ഏതെങ്കിലും പെട്ടെന്ന് തീ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ അപകടമായി മാറും. അതുകൊണ്ട് നാട്ടുകാരെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല. 3:30 മണിക്കാണ് ഈ അപകടമുണ്ടായത്. അപകടം ഉണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടത്തേക്ക് എത്തി തീ കെടുത്താൻ ശ്രമിച്ചു. പക്ഷേ വെടിക്കെട്ടിന് ഉള്ള സാധന സാമഗ്രികൾക്ക് തീപിടിച്ചത് കൊണ്ട് തന്നെ അപകടത്തിൻ്റെ കാഠിന്യം വളരെ രൂക്ഷമായിരുന്നു, കൂടുതലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ആശുപത്രിയിൽ കഴിയുന്ന പല ആളുകളുടെയും അവസ്ഥ ഗുരുതരമായ രീതിയിലുമാണ്.
ശരി, എന്തായാലും തൃശൂർ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണസംഖ്യ 13 ഉയർന്നിരിക്കുകയാണ്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന പലരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് തീയടക്കം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്ന പലരുടെയും നില ഗുരുതരമാണ്. ഇനിയും മരണസംഖ്യ ഉയരുമോ എന്നതിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. തൃശൂർ പൂരം സാമ്പിൾ പ്രധാന വെടിക്കെട്ടുകൾക്കുള്ള സാമഗ്രികളായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് സൂക്ഷിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു പുരോഗമിച്ചിരുന്നത്. ഉച്ചയോടെയാണ് ആ നാടിനെ നടുക്കുന്ന സ്ഫോടനം ഉണ്ടാകുന്നത്. പിന്നീട് ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 13 മരണമാണ് സ്ഥിരീകരിക്കുന്നത്. കൂടാതെ തന്നെ സംഭവ സ്ഥലത്തടക്കം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ പരിശോധനയടക്കം പുരോഗമിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൂടാതെ തന്നെ ജില്ലാ കളക്ടർ അടക്കം കൃത്യമായി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന ഇടത്താണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത്. ആദ്യ തോതിൽ ഉണക്കാനിട്ടിരുന്ന തിരിയിലാണ് ആദ്യം തീ പടർന്നത് എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. നേരത്തെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളിയുടെ അടക്കം നമ്മൾ പ്രതികരണം കണ്ടിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ ഉണക്കാടിനിട്ടിരുന്ന തിരിയിലാണ് ഇത്തരത്തിൽ തീ പടർന്നത്. പിന്നീടാണ് ഒരു സ്ഫോടനം ഉണ്ടായത്. എന്താണ് സംഭവിക്കുന്നത് അറിയുന്നതിന് മുന്നേ തന്നെ ഒരു സ്ഫോടനമായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായതെന്നായിരുന്നു ദൃക്സാക്ഷികളടക്കം പറയുന്ന സാഹചര്യം. എന്തായാലും ഇപ്പോൾ നാടിനെ നടുക്കിയ വലിയ ദുരന്തത്തിൽ മരണസംഖ്യ 13 ഉയരുന്നു. നിരവധി പേർ, ഇപ്പോഴും 40ഓളം തൊഴിലാളികളാണ് ആ ഒരു സംഭവ സമയത്ത് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിൽ പലരുടെയും നില ഗുരുതരമായ സാഹചര്യം. എന്നാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഡ്രോൺ ഓൾറെഡി ഇവിടെ ഉണ്ട്. റോബോട്ടിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. SDM-നാണ് മജിസ്ട്രിയൽ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ്. സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റൈറ്റ് ഫ്രം ദ ലൈസൻസ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു പറഞ്ഞ വിവരം അനുസരിച്ച് 30-40 ഇടയ്ക്ക് ആളുകളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരു 6 പേരെന്തോ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന കണക്ക് പ്രകാരമാണ് 30-40 ഇടയ്ക്ക് ആളുകളുണ്ട്. ഈ പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിൽ നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. നമുക്ക് മെഡിക്കൽ കോളേജിലാണ് നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവരിപ്പോൾ അതിന് ഫിറ്റാണ്. അവർക്ക് നമ്മൾ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് പാലക്കാട് നിന്ന് എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ എക്സ്ട്രാ ടീം. നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂമും കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. നമ്മൾ ലൈറ്റ്സ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമാണ് അതിൻ്റെ അകത്തേക്ക് ആളുകൾ കയറ്റുന്നത്. അതുതന്നെയാണ് കളക്ടറുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൃത്യമായ അന്വേഷണത്തിന് തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും ആ ഒരു മരണസംഖ്യ 13 ഉയർന്നിരിക്കുകയാണ്. എങ്കിലും ഈ ഒരു സംഭവം നടന്ന പ്രദേശത്ത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടത്താൻ തന്നെയായിരിക്കുമോ തീരുമാനം? തീർച്ചയായും അത് തന്നെയാണ് വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കിയത്. രാത്രി വൈകിയാലും തെരച്ചിൽ തുടരും. അതിനുവേണ്ട വൈദ്യുത വിളക്കുകൾ സ്ഥാപിക്കുന്ന ജോലികൾ അവിടെ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ 40ഓളം പേർ, 35-40 ഇടയിൽ ആളുകൾ ഈ സ്ഥലത്ത് ഒരേ സമയം പണികളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സംഭവ സമയത്ത് കളക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സംഭവ സമയത്ത് ചായ കുടിക്കാനായി 3-4 പേർ പുറത്തേക്ക് പോയിരുന്നു. അവരിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് അത്തരത്തിൽ ഇത്രയും പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഒരാളെ ബൈറ്റ് കാണിച്ചിരുന്നു, വിൻസെന്റ് എന്ന് പറയുന്ന ഒരു വെടിക്കെട്ട് പണിക്കാരൻ. അദ്ദേഹവും പറയുന്നതും എല്ലാം മലയാളികൾ ആണ്. ഈ 40ഓളം പേര് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലത്തെ പൊട്ടിത്തെറികളെല്ലാം അവസാനിച്ചു. അവിടെ പരിശോധന നടത്തുകയാണ്. കൂടുതൽ ആളുകൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കണ്ടെത്തുന്നതിനായി പരിശോധന ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നു. നേരത്തെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു. റോബോട്ടിനെ, ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റോബോട്ടിനെ എത്തിച്ച് പരിശോധന നടത്താനുള്ള നീക്കങ്ങളും നടന്നിരുന്നു. ഇപ്പോൾ വിശദമായി
ഊർജിതമായി പരിശോധന അവിടെ നടന്നു വരികയാണ്. കൂടുതൽ ആളുകൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി. എന്തായാലും ഈ പരിക്കേറ്റവരെ ഭൂരിഭാഗം പേരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും 13 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ഇന്ന് തന്നെ നടത്താനുള്ള ഒരു നീക്കത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതരുള്ളത്. അവിടെ ലീവിലോ അവധിയിലോ ഉള്ള ഡോക്ടർമാരെ എല്ലാം അടിയന്തരമായി കളക്ടർ ഇടപെട്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല വിദഗ്ധരായ ഡോക്ടർമാരെ പാലക്കാട്, എറണാകുളം ജില്ലകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് വിളിച്ച് വരുത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ കാഷ്വാലിറ്റി എന്തെങ്കിലും വന്നാൽ അത് ഉൾപ്പെടെ നേരിടുന്നതിനായി തൃശൂർ മെഡിക്കൽ കോളേജ് സജ്ജമെന്നാണ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചില്ല. എന്തായാലും മന്ത്രിമാരെ കെ രാജനും വാസവനും ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. പോലീസ് സംവിധാനങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ജില്ലയിലെ പോലീസ് സംവിധാനങ്ങളെല്ലാം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ DIG ഉൾപ്പെടെയുള്ളവർ വളരെ നേരത്തെ തന്നെ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. മാത്രമല്ല തൃശ്ശൂരിലെ ഒരുവിധം ആംബുലൻസുകളെല്ലാം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചു എന്നുള്ളതൊക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനായി. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ പരിശോധന കൂടുതൽ നടത്തി വരുന്നതുമായി ബന്ധപ്പെട്ട് 2 കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ വിവരങ്ങൾ അറിയുവാനായി. ഒന്ന് തുറന്നിട്ടുള്ളത് മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിലാണ്. അവിടെ ഒരു മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. 85 47 61 46 20 എന്നീ നമ്പറിൽ മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടാൻ. തൃശൂർ താലൂക്ക് ഓഫീസിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അവിടെ 0488 423 222 എന്ന നമ്പറിലും എന്തെങ്കിലും വിവരങ്ങൾ അറിയുവാനായി പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ബന്ധപ്പെടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പരിശോധന അപകട സ്ഥലത്ത് നടക്കുകയും നമുക്കറിയാം തൃശൂർ പൂരം ഇങ്ങ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. വെറും 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇത് 24-ാം തീയതി വൈകിട്ടായിരുന്നു സാമ്പിൾ വെടിക്കെട്ട്. 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട് നിശ്ചയിച്ചിരുന്നത്. മാത്രമല്ല തൃശൂർ പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ട് നടത്തേണ്ടതുണ്ട്. അത് കൂടാതെ ഉപചാരം ചൊല്ലി പിരിയലിന് ശേഷം ഒരു വെടിക്കെട്ടുണ്ട്. ഈ വെടിക്കെട്ടിന് ഉൾപ്പെടെയുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമഗ്രികൾ, വെടിക്കെട്ട് കോപ്പുകളാണ്, സാമഗ്രികളാണ് ഈ മുണ്ടത്തിക്കോടുള്ള ഈ പാടത്തിന് നടുവിലുള്ള പറമ്പിലുള്ള വെടിക്കെട്ട് പുരകളിൽ നിർമ്മിച്ചു വന്നിരുന്നത്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്ന് രാവിലെ വെടിക്കെട്ട് പുരയ്ക്ക് സമീപത്ത് ഈ വെടിക്കെട്ട് ഒരുക്കങ്ങളെ കുറിച്ചുള്ള സ്റ്റോറി ചെയ്യാനായി ദൃശ്യങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30യോടെയാണ് ഈ ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. വളരെ വലിയ പ്രകമ്പനത്തോടെയാണ് ഈ വെടിക്കെട്ട് സാമഗ്രികളെല്ലാം വൻ ശബ്ദത്തോടെയും പ്രകമ്പനത്തോടെയുമാണ് പൊട്ടിത്തെറിച്ചത്. ആകാശം മുട്ടെ പുകയും തീയും ഒക്കെ ഉയർന്നു. പല അമിട്ടുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ആകാശത്ത് പോയി പൊട്ടുന്ന ഒരു സാഹചര്യം കൂടി ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ, അതിന്റെ പൊട്ടുന്ന ദൃശ്യങ്ങളൊക്കെ സമീപവാസികൾ മൊബൈൽ ഫോണിലും മറ്റും പകർത്തിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ വെടിക്കെട്ട് അപകടത്തിനിടെ സമീപത്തെ വീടുകളിലെ ജനൽച്ചിലുകൾ ഉൾപ്പെടെ തകർന്ന് പലരുടെയും ദേഹത്ത് ഒക്കെ തട്ടി പരിക്കേറ്റവരും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി എത്തിയിട്ടുണ്ട്. എന്തായാലും മരണസംഖ്യ ഇപ്പോൾ 13 ആയി എന്നുള്ളത് ഏറെ വേദനാജനകമായ കാര്യം. കാരണം തൃശൂർ പൂരം വളരെ നമുക്കറിയാം വിശ്വപ്രസിദ്ധമായ ഒരു പൂരമാണ്. നിരവധി പേർ ഇത് ആഘോഷിക്കാനായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവധിയെടുത്ത് പോലും നാട്ടിലേക്ക് എത്തുന്ന ഒരു ആഘോഷമാണ്. തൃശ്ശൂർക്കാരുടെ എന്നല്ല കേരളത്തിന്റെ എല്ലാം ഒരു ആഘോഷമാണ് ഈ തൃശൂർ പൂരം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ആകർഷണമായ ഒരു കാര്യമാണ് വെടിക്കെട്ട് എന്നുള്ളത്. ആ വെടിക്കെട്ടിന് ഒരുക്കി വെച്ചിരുന്ന വെടിക്കെട്ട് സാമഗ്രികളാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ തരത്തിൽ വെടിക്കെട്ട് പുരയിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വെടിക്കെട്ട് കലാകാരൻ വിൻസെന്റ് തന്നെ പറയുന്നത് തിരികൾ ഉണക്കാനിട്ടു. ആ തിരികൾക്കാണ് ആദ്യം തീപിടിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണഗതിയിൽ ഈ തിരികളെല്ലാം വെയിലത്ത് തന്നെയാണ് ഉണക്കാറ്. അങ്ങനെ ഒരു അപകട സാധ്യത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം. തിരികൾക്ക് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. വെയിലിന്റെ കാഠിന്യം കൊണ്ടാണ് ഇത്തരത്തിൽ തീപിടിച്ചതെന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പൊടുന്നനെ ഈ തിരിയിൽ നിന്നുള്ള തീ മറ്റു വെടിക്കെട്ട് സാമഗ്രികളിലേക്ക് പടരുകയും വൻ പൊട്ടിത്തെറി ഉണ്ടാകുക. അതിനിടെയാണ് ഇദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന് കാര്യമായി പരിക്കുകളൊന്നുമില്ല എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യമാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ചായ കുടിക്കാനായി ആ സമയത്ത് പുറത്തു പോയവരും രക്ഷപ്പെട്ടവരിൽ പെടും. എന്തായാലും അവിടെ വിശദമായ പരിശോധന ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. കാർത്തു. അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എന്തെങ്കിലും ഈ ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുണ്ടോ? ബന്ധപ്പെട്ട നീക്കങ്ങൾ തന്നെയാണ് പോലീസും ആശുപത്രി അധികൃതരും ഒക്കെ ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് തന്നെ നടത്തും. താൽക്കാലികമായ ഒരു ഷെഡ് കെട്ടി അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്താനുള്ള ഒരു നീക്കത്തിലാണ് പോലീസും ആശുപത്രി അധികൃതരും ഉള്ളത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്താൻ തിരിച്ചറിയുന്ന മുറയ്ക്ക് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന നടപടികളെല്ലാം ഉണ്ടാകും. അതിന്ന് രാത്രിയോ നാളെ രാവിലെയൊക്കെ അതുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി പോലീസും മെഡിക്കൽ കോളേജ് പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും ഒക്കെ
അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ കണ്ടെത്തേണ്ടതുണ്ട്, മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടത്. പല മൃതദേഹങ്ങളും ചിതറിയ നിലയിലായിരുന്നു. തലകൾ മരിച്ചവരുടെ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയുടെ തലകൾ കണക്കിലെടുത്താണ് ഈ മരിച്ചവരുടെ എണ്ണം നിശ്ചയിച്ചിട്ടുള്ളത്. 13 എന്നൊരു സംഖ്യയിലേക്ക് എത്തിയത്. എന്തായാലും അതിന്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. എന്തായാലും മെഡിക്കൽ കോളേജിൽ വലിയ ചികിത്സാ സംവിധാനങ്ങളാണ് പരിക്കേറ്റവർക്കൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അയൽ ജില്ലകളായ പാലക്കാടും അതുപോലെ എറണാകുളത്തു നിന്നുള്ള വിദഗ്ധരായ ഡോക്ടർമാരെയും അടിയന്തരമായി തൃശ്ശൂരിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരെ, ഡ്യൂട്ടി കഴിഞ്ഞ് പോയവരെയും ലീവിലുള്ളവരെയും ഒക്കെ അടിയന്തരമായി തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സംവിധാനങ്ങളെല്ലാം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സജ്ജമാണെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാർത്തു. ശരി, എന്തായാലും തൃശ്ശൂരിലുണ്ടായ ആ വലിയ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇപ്പോൾ നിലവിൽ 13 പേരിൽ അതിലധികം ആളുകളാണ് ചികിത്സയിൽ തുടരുന്നത്. ഇവരിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. ഇവർക്ക് 70% പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഒരാൾ വെന്റിലേറ്ററിലും തുടരുന്ന സാഹചര്യമാണുള്ളത്. 40ഓളം തൊഴിലാളികളായിരുന്നു ഈ ഒരു സംഭവ സമയത്ത് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. 5 ഏക്കറിലായി ഉണ്ടായിരുന്ന ആ ഒരു പാടശേഖരത്തുണ്ടായിരുന്ന വെടിപ്പുരകളെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രദേശത്ത് ഇനിയും സ്ഫോടക വസ്തുക്കൾ പൊട്ടാതെ കിടക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ പോലീസിന്റെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് മരിച്ച 13 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി മൃതദേഹങ്ങളടക്കം തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പുരോഗമിച്ച് വരികയാണ്. ഡി ബിനോയും അനീഷ് ആന്റണിയുമാണ് വിവരങ്ങൾ നൽകിയത്. ചൂടായിരിക്കാം പൊട്ടിത്തെറിക്ക് കാരണമെന്ന് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിൻസെന്റ്. തിരിയിൽ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നുവെന്നും വിൻസെന്റ് പറഞ്ഞു. 2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കത്തിയിട്ടുണ്ടാവും. കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി. ഇതെൻ്റെ നമുക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നേ. 2-3 ഷെഡ്, അത് 3 ഇല്ല. പിന്നെ ഒരു ഷെഡ് ആ പാടത്തിൻ്റെ അറ്റത്ത് ഉണ്ട്. ഒക്കെ നമ്മൾ മലയാളികളാണ്. ഏറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ തീ പോലുള്ള വേലി ചൂടായിട്ട് തിരി അല്ലെങ്കിൽ കടുമരുന്ന് തിരി. ഇനി നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിൻ്റെ ലോഡ് ചെയ്യുക. എല്ലാ കാര്യവും ഒരു വെപ്പറകളല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിയും. അതെല്ലാം ഇപ്പോൾ വെടിക്കെട്ടിൽ പോയി എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങനെ ചൂടിന് ലെൻസ് പോലെ ഇതുമ്പോൾ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന്, കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്തായാലും ഓൾറെഡി ചെയ്യണം. അപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന് അടിച്ചതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം. കാരണം എൻ്റെ ഈ കളത്തിൽ കിടക്കുന്നിടത്ത് തിരി മാത്രമല്ല, തിരി കത്തിയത്. അതിപ്പോൾ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്തിൽ തിരി വെയിലത്ത് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത്, ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരി കത്തി. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തമിഴ്നാട് നിയമസഭാ